യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാമത്തെ അധ്യായം 10-ാം തിരുവചനമാണ്. അപ്പം അതിനെങ്ങനെയാണ് പറയുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. എത്രയോ ആർജവത്വം നമുക്ക് പകർന്നു നൽകുന്ന ദൈവത്തിൻ്റെ വചനമാണ് ഇത്. ഒരു പക്ഷേ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഏതാണ്ട് 35,000-ത്തിലധികം വചനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം പ്രാവശ്യം ദൈവം ആവർത്തിച്ചു പറയുന്ന വചനമാണ് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഒരുപാട് നമ്മളെ ശക്തിപ്പെടുത്തുന്ന വചനമാണ് ഇത്. ഒരു പക്ഷേ സാംക്രമികമായ രോഗങ്ങൾ നമ്മെ വേട്ടയാടുമ്പോൾ, വ്യാധികൾ കൊണ്ട് നമ്മൾ ഒരുപാട് വലയുന്ന സമയത്ത് നാം ഏറെ ആശങ്കപ്പെടേണ്ടത് നമ്മുടെ ഭയത്തെക്കുറിച്ച് തന്നെയാണ്. മനുഷ്യൻ്റെ നിസ്സഹായത, മനുഷ്യൻ്റെ ഭയം മറനീക്കി പുറത്തു വരുന്ന കാലയളവാണ് ഇത്. ഭയം നമ്മളെ നിരായുധരാക്കും. ഭയം നമ്മെ നിരാലംബരാക്കും. ഭയം വന്നാൽ അറിവുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യുക സാധ്യമല്ല. എന്തിനു പറയണം, ഭയം നമ്മളെ രോഗികൾ പോലും ആക്കി മാറ്റും. സത്യത്തിൽ ഭയത്തിൻ്റെ കാരണം എന്താണ്? ഈ ദിവസം ഏതാനും സമയം നമ്മൾ ചിന്തിക്കുന്നത് നമ്മെ അധൈര്യപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മെ ഭയചകിതരാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഞാനതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ പണ്ട് കേട്ടിരിക്കുന്ന ഒരു കഥ ഈ ഒരു ചിന്തയിലേക്ക് കുറേ കൂടി വെളിച്ചം വീശാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു മഹാരാജാവിൻ്റെ കഥയാണ്. ഒരു മഹാരാജാവ്, ഒരുപാട് ജനങ്ങൾ അദ്ദേഹത്തിനുണ്ട്, ഒട്ടേറെ ഡിസ്ട്രിക്റ്റുകളുടെ തലവനാണ് അദ്ദേഹം. എല്ലാവരെയും മര്യാദ പഠിപ്പിക്കാൻ ഈ മഹാരാജാവിന് കഴിയുമായിരുന്നു. പക്ഷേ ഒരു ഡിസ്ട്രിക്റ്റിലെ ആളുകളെ മാത്രം മര്യാദ പഠിപ്പിക്കാൻ ഇദ്ദേഹത്തിന് പറ്റുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ കഴിവുകളും അദ്ദേഹം പ്രയോഗിച്ചു നോക്കി. പക്ഷേ ഈ ജനങ്ങൾ മാത്രം മര്യാദ പഠിക്കുന്നില്ല. ഈ മഹാരാജാവിനാകട്ടെ അധോലോകവുമായിട്ടും ബന്ധമുണ്ട്. അധോലോകം എന്ന് പറഞ്ഞാൽ കള്ളന്മാരും കൊള്ളക്കാരും എന്നല്ല അർത്ഥം. കഥയായതുകൊണ്ട് ഭൂമിക്കടിയിലുള്ള ചില ദൂതന്മാരുമായി ബന്ധമുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. ഒടുക്കം ഈ മഹാരാജാവ് ഭൂമിയുടെ അടിയിലുള്ള ഒരു ദൂതനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇന്ന സ്ഥലത്തേക്ക് പോകണം. ഈ ഡിസ്ട്രിക്റ്റിൽ ചെന്ന് അവിടെയുള്ള ഒരു 10,000 പേർക്ക് പ്ലേഗ് കൊടുക്കണം, പ്ലേഗ് എന്നുള്ള രോഗം കൊടുക്കണം. ഇത് കൊടുത്തു കഴിയുമ്പോൾ ഇവർ മര്യാദ പഠിക്കും, ഇവർക്ക് മനസ്സിലാകും ഞാൻ ആരാണ് എന്ന്. ദൂതൻ പറഞ്ഞു, 10,000 പേര് മതിയോ? 10,000 പേര് രോഗികളായതുകൊണ്ട് ഇവർ മര്യാദ പഠിക്കണമെന്ന് നിർബന്ധമില്ല. മഹാരാജാവെ, ഒരു 10,000-25,000 പേരെ ഞാൻ പ്ലേഗ് പിടിപ്പിച്ച് കൊന്നെങ്കിലോ? മഹാരാജാവ് പറഞ്ഞു, അത് പാടില്ല, അവരെൻ്റെ ജനമാണ്, അതുകൊണ്ട് അത്രയും പേരെ കൊല്ലണ്ട, 10,000 പേരെ നശിപ്പിച്ചാൽ മതി. ദൂതൻ അവൻ്റെ ശക്തിയും ബലവുമായി ആ ഡിസ്ട്രിക്റ്റിലേക്ക് ചെന്നു. അവിടെ ചെന്ന് 10,000 പേർക്ക് പ്ലേഗൊക്കെ കൊടുത്ത് ഇയാൾ മടങ്ങി വരികയാണ്. ആ ദൂതൻ അധോലോകത്തേക്ക് മടങ്ങുകയും ചെയ്തു. പക്ഷെ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് മഹാരാജാവ് അറിയുന്നത് 1,20,000 പേര് ആ ദേശത്ത് മരിച്ചുപോയി. ദൂതനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്ത് പണിയാണ് ഈ കാണിച്ചത്? 10,000 പേരെ കൊന്ന് അവിടെ മര്യാദ പഠിപ്പിക്കാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, പക്ഷെ നീ 1,20,000 പേരെ കൊന്നിരിക്കുന്നു. ഈ ദൂതൻ പറഞ്ഞ്, മഹാരാജാവെ പൊറുക്കണം, ഞാൻ 1000 പേർക്ക് മാത്രമേ ഈ രോഗം കൊടുത്തുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പേടിച്ച് മരിച്ചുപോയതാണ്, ഭയപ്പെട്ട് മരിച്ചുപോയതാണ്. അതുകൊണ്ട് തിരുമേനി എൻ്റെ മേൽ കരുണയായിരിക്കണം. ഭയം നമ്മളെ വല്ലാതെ രോഗികളാക്കും. ഭയം നമ്മെ നിരാലംബരാക്കും. ഭയം വരുമ്പോൾ നമുക്കുള്ള അറിവ് പോലും നമ്മൾ മറന്നുപോകും. അതുകൊണ്ടല്ലേ പരീക്ഷയ്ക്കിരിക്കുന്ന നേരത്ത് പേടി നമ്മളുടെ മേൽ വരുമ്പോൾ പഠിച്ചതുപോലും നമ്മൾ മറന്നുപോകും. സത്യത്തിൽ വിശ്വാസികളായ നമ്മൾ ഭയചകിതരാകാതിരിക്കാൻ, അധൈര്യപ്പെടാതിരിക്കാൻ ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഭയത്തിൻ്റെ 3 കാരണങ്ങൾ നമ്മൾ കാണുന്നു. ഭയപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം നാം സാഹചര്യങ്ങളിലേക്ക് നോക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രതിസന്ധിയുടെ സമയത്ത് അത് ഒരു ജൈവ യുദ്ധത്തിൻ്റെ ഭാഗമായി മനുഷ്യർ മാറുന്നതാകാം,
ഒരു സാംക്രമിക രോഗം ബാധിക്കുന്നതാകാം, അല്ലെങ്കിൽ നാം പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിക്കുന്നതാകാം, എന്തുമായിക്കൊള്ളട്ടെ. ഭയം വരുന്ന സമയത്ത് നാം സാഹചര്യങ്ങളിലേക്ക് നോക്കും. സാഹചര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കും, നമ്മളിലേക്ക് തന്നെ നോക്കും, നമ്മുടെ കഴിവുകളിലേക്ക് നോക്കും, മറ്റുള്ളവർ പറയുന്ന വാക്കുകളിലേക്ക് നോക്കും. വചനത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങൾ, ഈ അടുത്തയിടെ മാർപ്പാപ്പ നഗരത്തിനും ലോകത്തിനും വേണ്ടിയുള്ള ആശീർവാദം ശൂന്യമായി കിടക്കുന്ന വത്തിക്കാൻ ചത്തുരത്തെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട് ആശീർവാദം കൊടുത്തപ്പോൾ ഉപയോഗിച്ച ഭാഗമാണ് ഈ വചനഭാഗം. ആ വചനഭാഗം പറയുന്നത് ഇങ്ങനെയാണ്: യേശു ശിഷ്യരുമൊത്ത് മറുകരയിലേക്ക് പോവുകയാണ് തോണിയിൽ. യാത്രക്കിടയിൽ കാറ്റ് വീശുന്നു, വഞ്ചി മറയാൻ പോകുന്നു. വഞ്ചി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉലയുന്നു. ശിഷ്യഗണം നോക്കിയപ്പോൾ ഇതാ വഞ്ചിയിൽ വെള്ളം കയറി. അതുകൊണ്ട് അവർ നിലവിളിക്കുകയാണ്: ഗുരുവേ, ഞങ്ങളെ രക്ഷിക്കണം, ഗുരുവേ, നീ ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, ഞങ്ങൾ ചാവാൻ പോകുന്നു. ഉടനെ തന്നെ യേശു എഴുന്നേറ്റിട്ട് കടലിനെയും കാറ്റിനെയും ശാന്തമാക്കിക്കൊണ്ട് ശിഷ്യരെ അഭിമുഖീകരിച്ചുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു: നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നിങ്ങൾ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നിങ്ങൾ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? സത്യത്തിൽ ഈ ഭാഗം വായിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർക്കണം. അന്ന് ആ വഞ്ചിയിൽ യാത്ര ചെയ്തവരിൽ യേശു ഒഴികെ മിക്കവാറും എല്ലാവരും തന്നെ മുക്കുവന്മാരായിരുന്നു. കടലിനെ പരിചയം ഉള്ളവർ, കായലിനെ പരിചയമുള്ളവർ മുക്കുവന്മാരല്ലേ? യേശുവിനാകട്ടെ അവൻ തച്ചനുമായിരുന്നു. അപ്പോൾ ഈ മുക്കുവന്മാരായതുകൊണ്ട് അവർക്ക് ഏകദേശം ഒരു കണക്കുകൂട്ടലുകളുണ്ട്. കണക്കുകൂട്ടൽ ഇതാണ്: കാറ്റ് ഇത്ര അധികം വീശിക്കഴിഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവർ പരിസരത്തേക്ക് നോക്കിയപ്പോൾ സുഹൃത്തുക്കളുടെ വഞ്ചികളെല്ലാം മുങ്ങുന്നുണ്ട്, പ്രിയപ്പെട്ടവരുടെ വഞ്ചികളെല്ലാം മുങ്ങുന്നുണ്ട്, അങ്ങും ഇങ്ങും മനുഷ്യർ കിടന്ന് കരയുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് മനസ്സിലായി അവർക്ക് രക്ഷപ്പെടാനുള്ള യാതൊരു വഴിയുമില്ല. മാത്രവുമല്ല, വഞ്ചി തുഴയുന്നത് ഇവരാണ്. എന്തേ ശിഷ്യഗണം മനസ്സിലാക്കിയില്ല വഞ്ചി തുഴയുന്നത് അവരാണ് എങ്കിലും കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുന്ന നിയന്താവ് കർത്താവാണ് എന്ന്? വഞ്ചി തുഴയുന്നത് അവരായിരിക്കാം, പക്ഷേ കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുന്നത് അമരത്ത് വിശ്രമിക്കുന്ന കർത്താവായ യേശു തന്നെയാണ്. സാഹചര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഭയപ്പെടും, നമ്മെ അത് വല്ലാതെ പേടിപ്പിക്കും. ഒരു പക്ഷേ ഇതിന് സമാനമായ ഒരു ഭാഗം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് ഇസ്രയേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ് 430 വർഷം കഴിഞ്ഞ ദൈവജനം ദൈവം മോചിപ്പിച്ച് കാനാൻ ദേശത്തേക്ക് പോകുന്ന സമയത്താണ്. ഓരോ പ്രതിസന്ധിയുടെ സമയത്തും അവരെ ദൈവം കരങ്ങളിൽ വഹിക്കുന്നുണ്ട്. നയിക്കുന്നത് ജനനേതാവായ മോശയാണ്. മഹാപേടിയുള്ള ആളാണ്. മാത്രവുമല്ല, സംസാരത്തിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അപകർഷതാബോധം ബാക്കി എല്ലാവരിൽ നിന്നും അധികമായി ഇയാൾക്കുണ്ട് താനും. അങ്ങനെ ഇരിക്കെയാണ് ദൈവം ഇസ്രയേലിനെ മുന്നോട്ട് നയിക്കുന്ന സമയത്ത് ഏതാനും ദൂരം പിന്നിട്ടപ്പോഴാണ് ഇവർ ചെങ്കടൽ ഇവരുടെ മുന്നിൽ കാണുന്നത്. ഏതാണ്ട് 6 ലക്ഷത്തിലധികം പുരുഷന്മാരും അതിനു പുറകെ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെയുള്ള 10-25 ലക്ഷം വരുന്ന പുരുഷാരവുമായിട്ടാണ് യാത്ര. അവരെല്ലാവരും പിറുപിറുക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു: ഞങ്ങൾ ഈജിപ്തിൽ കിടന്ന് മരിക്കേണ്ടവരല്ലേ? ഈജിപ്തിൽ ശവക്കുഴി ഇല്ലാത്തത് കൊണ്ടാണോ ഞങ്ങളെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്ന് കൊല്ലാൻ നീയിട്ടിരിക്കുന്നത്? ഇത് കണ്ടില്ലേ, മുമ്പിൽ നോക്കത്താ ദൂരത്ത് കിടക്കുന്ന ചെങ്കടലാണ്. പുറകിലേക്ക് നോക്കുമ്പോൾ ഫറവോയുടെ സൈന്യം വരുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ കിടന്ന് ചാവും. നിനക്ക് ഇനി എന്താണ് ഞങ്ങളുടെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത്? മോശ ദൈവത്തെ വിളിച്ച് കരയാൻ തുടങ്ങി. ദൈവമേ, നീ കാണുന്നില്ലേ, നിന്റെ ജനം കരയുന്നു, നിന്റെ ജനത്തിന് രക്ഷപ്പെടാനായിട്ട് യാതൊരു വഴിയുമില്ല. സഹോദരങ്ങളെ, ഉടനെ തന്നെ ദൈവം പുറപ്പാടിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ഒരു വചനമുണ്ട്. വചനം ഇങ്ങനെയാണ്: മോശേ, നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു? നീ മുന്നോട്ട് നടക്കുക. മോശേ, നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു? നീ മുന്നോട്ട് നടക്കുക. ഓർക്കണം, മുന്നോട്ട് നടക്കാൻ പറയുമ്പോൾ നോക്കത്താ ദൂരത്ത് കിടക്കുന്ന ചെങ്കടലാണ്, രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല. ഇന്ന് നമുക്കത് മനസ്സിലാകും. കാരണം ചെങ്കടൽ വിഭജിച്ച്
ദൈവജനത്തെ മുന്നോട്ട് നയിച്ച കഥ നമ്മുടെ മുമ്പിലുണ്ട്. മാസായിലും മെരീബായിലും ശുദ്ധജലം തെളിച്ച കഥ നമ്മുടെ മുമ്പിലുണ്ട്. പാറ പിളർന്ന് ജലം കൊടുത്ത കഥ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അന്ന് അത്തരം സംഭവങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം. ഉടനെ തന്നെ ദൈവം പറഞ്ഞ ആജ്ഞാവചനമനുസരിച്ചുകൊണ്ട് മോശ മുന്നോട്ട് ചലിച്ചു. മോശ ആദ്യ ചുവട് വെച്ച് കഴിഞ്ഞപ്പോൾ മാത്രമാണ് ചെങ്കടൽ രണ്ടായി പിന്നിട്ടത്. സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി ദൈവം ഒരു കാനാൻ ദേശം ഒരുക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ ഏതൊരു ചെങ്കടലിനെയും മറികടക്കാനുള്ള വലിയ ശക്തി ദൈവം നമ്മിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഒരു സ്വർഗദേശം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ ഈ പ്രപഞ്ചത്തിൽ അത് ഏതൊരു രോഗാതുര സാഹചര്യമായിക്കൊള്ളട്ടെ, അതിനെ മറികടക്കാനുള്ള വലിയ ബലം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനം പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ അതാരാണ്? അത് ദൈവമാണ്. അത് കർത്താവിൻ്റെ ശക്തിയാണ്. അത് പ്രപഞ്ചത്തിലെ ഏതൊരു ശക്തിയേക്കാളും വലുതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അപ്പോൾ പീഡകളുടെ സമയത്ത്, വിപരീതമായ സാഹചര്യങ്ങളാൽ മനുഷ്യർ വിഷമിക്കുന്ന സമയത്ത് അവർ നോക്കേണ്ടത് ഉള്ളിലേക്കാണ്, അവരുടെ അകത്തേക്കാണ്. നമ്മുടെ അറിവിന് നമ്മെ രക്ഷിക്കാൻ കഴിയില്ല. നമ്മൾ നിസ്സഹായരാണ്. പക്ഷേ നമ്മളെ വിളിച്ച കർത്താവ് ശക്തിമാനാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 3-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞത്, ഓ ദൈവമേ, ഞാൻ അങ്ങയുടെ കരത്തിൻ്റെ കീഴിലാണല്ലോ. ഓ ദൈവമേ, ഞാൻ അങ്ങയുടെ കരവലയത്തിലാണല്ലോ. ദൈവത്തിൻ്റെ കരവലയത്തിലാണ് നാം എങ്കിൽ സത്യത്തിൽ നമ്മെ തകർക്കാൻ മറ്റൊരു ശക്തിക്കും കഴിയില്ല എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. രണ്ടാമതായി, മനുഷ്യൻ അധൈര്യപ്പെടാനുള്ള കാരണം അല്ലെങ്കിൽ ഭയപ്പെടാനുള്ള കാരണം കർത്താവിൻ്റെ കരം പിടിക്കാൻ നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്. ഒരു കുഞ്ഞ് ആ ക്ലാസ്സിലൊക്കെ കഴിഞ്ഞ് മടങ്ങിപ്പോവുകയാണ്. വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന സമയത്ത് ഒരു പട്ടി കുരച്ച് ഈ കൊച്ചിൻ്റെ പിറകെ വരുന്നു. ഈ കുഞ്ഞ് എന്ത് ചെയ്യും? കുഞ്ഞ് വാവിട്ട് കരയും, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കരയും. കരഞ്ഞ് കുഞ്ഞ് മുന്നോട്ട് ചലിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പപ്പായുടെ കരത്തിൽ പിടിക്കാൻ കുഞ്ഞിന് പറ്റുന്നു. കാരണം പപ്പായ എതിർവശത്തിലൂടെ വരുന്നുണ്ട്. പപ്പായുടെ കരം പിടിച്ചാൽ പിന്നെ ഈ കുഞ്ഞ് ചെയ്യുന്നത് എന്തായിരിക്കും? പിറകിലേക്ക് നോക്കിക്കൊണ്ട്, എൻ്റെ പട്ടി, നീ എന്ത് പട്ടിയാണ് എന്ന് പറഞ്ഞ് പട്ടിയെ വെല്ലുവിളിക്കും. അപ്പോൾ നമ്മൾ ഓർക്കണം, അത്രയും സമയം ഈ കുഞ്ഞിനെ പേടിപ്പിച്ച, ഈ കുഞ്ഞിനെ വല്ലാതെ ഒറ്റപ്പെടുത്തിയ അതേ പട്ടി തന്നെയാണ് പിറകിലൂടെ വരുന്നത്. സാഹചര്യത്തിന് യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് നമ്മൾ ഓർക്കണം. പക്ഷേ പൊടുന്നനെ കുഞ്ഞിന് പപ്പായുടെ കരം കിട്ടിയപ്പോൾ ഏത് കാര്യമാണോ കുഞ്ഞിനെ പീഡിപ്പിച്ചത്, വെല്ലുവിളിച്ചത്, അതിനെ തിരിഞ്ഞു നിന്നുകൊണ്ട് കുഞ്ഞ് വെല്ലുവിളിക്കാൻ തുടങ്ങി. പട്ടി, നിന്നെപ്പോലെ ഒരുപാട് പട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നിനക്കെൻ്റെ മേലൊന്നും ചെയ്യാൻ കഴിയില്ല. സഹോദരങ്ങളെ, നമ്മുടെ അകത്ത് കഴിയുന്ന ദൈവത്തെ, നമ്മുടെ ഉള്ളിൽ തെളിച്ചു തന്ന ദീപത്തെ നമുക്ക് കാണാനും അറിയാനും കഴിയുമെങ്കിൽ നമ്മൾ ഭയപ്പെടുകയില്ല. പീഡകളുടെ സമയത്ത്, വിപരീതമായ സാഹചര്യങ്ങളുടെ സമയത്ത്, മറ്റ് തോണികളെല്ലാം കാറ്റിൽപ്പെട്ട് ഉലയുന്ന സമയത്ത് വിശ്വാസിയായിരിക്കുന്ന ഒരുവൾ ഒരിക്കലും ഭയത്തിൻ്റെ ഭാഗമായി മാറുകയില്ല. മൂന്നാമത്, ഇപ്പോഴുള്ളതിന് അപ്പുറം നമുക്ക് കാണാൻ കഴിയാതെ പോയാൽ നമ്മൾ ഭയപ്പെടും. ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് അപ്പുറം നമുക്ക് കാണാൻ കഴിയാതെ പോയാൽ നമ്മൾ ഭയപ്പെടും. നമ്മൾ ഓർക്കണം, ഇന്നലെ വരെ സമ്പാദിച്ചതൊക്കെ തലേ ദിവസം കിടന്നുറങ്ങിയ മേൽക്കൂരയ്ക്കൊപ്പം ഒലിച്ചു പോകുന്നത് നിസ്സഹായതയോടെ നോക്കി നിന്ന പ്രളയാനന്തര കാലത്തിലെ തലമുറയാണ് ഇന്നത്തെ മലയാളി. നമ്മൾ ഉണ്ടാക്കിയതൊക്കെ നിസ്സാരമായി ഒലിച്ചു പോകുന്നത് നിസ്സഹായതയോടെ നോക്കി നിന്ന പ്രളയാനന്തര കാലത്തിലെ മലയാളി. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കടന്നു പോകും എന്ന് നിരന്തരം നമുക്ക് നമ്മോട് തന്നെ പറയാനായിട്ട് പറ്റണം. കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാമത്തെ തിരുവചനം, നിങ്ങളുടെ ദുഃഖം ഞാൻ സന്തോഷമാക്കി മാറ്റും. ആ വചനം പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ സമ്പത്ത് ഞാൻ സന്തോഷമാക്കി മാറ്റുമെന്നല്ല ഈശോ പറഞ്ഞത്. നിങ്ങളുടെ സുഖസൗകര്യങ്ങൾ ഞാൻ സന്തോഷമാക്കി മാറ്റുമെന്നല്ല പറഞ്ഞത്. മറിച്ച് നിങ്ങളുടെ ദുഃഖം
നിങ്ങളുടെ വേദന ഞാൻ സന്തോഷമാക്കി മാറ്റും. ദുഃഖമാണ് സന്തോഷത്തിൻ്റെ മാതാവ്. വേദനയാണ് എല്ലാ സംഹാരികളുടെയും മാതാവ്. അതുകൊണ്ട് ഏതൊരു പ്രതിസന്ധിയെയും, പ്രത്യേകിച്ച് നാം ഈ കാലയളവിൽ ഫേസ് ചെയ്യുന്ന എല്ലാ ചലഞ്ചസിനെയും നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റണം, ഇത് കടന്നു പോകും, ഇത് കടന്നു പോകും. ഇതിലൂടെ ഞാൻ എല്ലാം തീരുമെന്നല്ല പറയേണ്ടത്. യേശുവിനെ കുരിശിൽ തറച്ച് അടക്കം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരാരോ ഇങ്ങനെ എഴുതി വെച്ചതായി ആരോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, ആ ശവക്കല്ലറയുടെ പുറത്ത് ഇങ്ങനെ എഴുതി വെച്ചു, നോ മോ ബിയോണ്ട്, ഇതിനപ്പുറം ഒന്നുമില്ല. അവരെഴുതി വെച്ചു നോ മോ ബിയോണ്ട്, ഇതിനപ്പുറം ഒന്നുമില്ല. പക്ഷേ അതറിയാവുന്ന, ഇതിനപ്പുറം ഉണ്ട് എന്നറിയാവുന്ന അമ്മ മറിയം 3 ദിവസവും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും യേശുവിൻ്റെ ശവക്കല്ലറയ്ക്ക് മുമ്പിൽ വന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മോ ബിയോണ്ട്, സംതിങ് മോ ബിയോണ്ട്. കുറേ ഇതിനപ്പുറം പലതുമുണ്ട്, ഇതിനപ്പുറം പലതുമുണ്ട്. ചിലരിങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവിടെയുള്ള വലിയൊരു പാറക്കെട്ടിൽ ആരോ ചെന്ന് ഇങ്ങനെ എഴുതി വെച്ചു, ലോകത്തിൻ്റെ അവസാനം അങ്ങേ അറ്റം ഇതാണെന്ന് കരുതിക്കൊണ്ട് അവരിങ്ങനെ എഴുതി വെച്ചു, നോ മോ ബിയോണ്ട്, ഇതിനപ്പുറം ഒന്നുമില്ല, ഇതോടുകൂടി ലോകം തീർന്നു, ഇതോടുകൂടി എല്ലാം അവസാനിച്ചു. പക്ഷേ കൊളംബസ് അമേരിക്ക കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ആ നോ എന്ന് പറയുന്നത് മായ്ച്ചു കളഞ്ഞു, സംതിങ് മോ ബിയോണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മൾ ഓർക്കണം, ഇന്ന് നാം ഫേസ് ചെയ്യുന്ന സകലതും കടന്നു പോകും. ഈ വേദന, ഈ ദുഃഖം സന്തോഷമായി മാറും. ഈ പ്രതിസന്ധി ആനന്ദത്തിന് വക നൽകുന്ന ഒന്നായിട്ട് മാറും. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാർത്തോമാ വൈദികനായ ഫാദർ സാജൻ, അദ്ദേഹം വെല്ലൂർ ഹോസ്പിറ്റലിൽ ക്യാൻസർ പിടിച്ച് കിടക്കുകയാണ്. ജീവനും മരണത്തിനുമെതിരെ ഇടയിൽ എന്നാണ് മരണം എന്ന് തിട്ടപ്പെടുത്താൻ കഴിയാതെ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നൊക്കെ എല്ലാം വ്യാകുലപ്പെട്ട് ഫാദർ സാജൻ അവിടെ കിടക്കുന്ന സമയത്താണ് ഷാലോം ടി.വിയിൽ ഗുരുചരണം ചെയ്യുന്ന അനുഗ്രഹീത ദൈവശുശ്രൂഷകനായ ഫാദർ ബോബി ജോസിൻ്റെ ഒരു പുസ്തകം വായിക്കുന്നത്. ആ പുസ്തകത്തിൽ ഇങ്ങനെ ഏതോ ഒരു ലേഖനത്തിൻ്റെ അവസാനം എഴുതി വച്ചിട്ടുണ്ട്, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഇത് വായിച്ചു കഴിഞ്ഞ് ഫാദർ സാജൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ മഴ പെയ്യുന്നുണ്ട്, കാറ്റ് വീശുന്നുണ്ട്. അദ്ദേഹം ഈ എഴുതി വെച്ച വരികൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചു. ഇങ്ങനെ പറഞ്ഞു, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. 2 വരികൾ അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, എങ്കിൽ ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. ഈ നാളുകളിൽ നമുക്ക് ഇങ്ങനെ പറയാനും കൂടി പറ്റണം, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എങ്കിൽ, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല എങ്കിൽ, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല എങ്കിൽ, ഒരു കൊറോണയും ശമിക്കാതിരുന്നിട്ടില്ല. ഇത് അവസാനിക്കും. ഇതിനപ്പുറവും നമുക്ക് അനുഗ്രഹീതമായ ഒരു കാലഘട്ടം ദൈവം മാനവരാശിക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ശബ്ദം മാറ്റൊലികൊണ്ട പ്രപഞ്ചമാണ് നാം അധിവസിക്കുന്ന പ്രപഞ്ചം. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മാനവരാശി നിലകൊള്ളുന്ന പ്രപഞ്ചമാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്ന ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൻ്റെ അങ്ങേ അറ്റവും ഇങ്ങേ അറ്റവും യേശുവിൻ്റെ ശബ്ദം, നിർണായകമായ ദൈവത്തിൻ്റെ ശബ്ദം എല്ലാ കാലത്തും മാറ്റലുകൊള്ളുന്നുണ്ട്. എങ്കിൽ അവനാണ് പ്രപഞ്ചത്തിൻ്റെ അധിനായകൻ. അവൻ്റെ വചനത്തെ കീഴ്പ്പെടുത്താൻ, അവൻ്റെ ശക്തിയെ കീഴ്പ്പെടുത്താൻ കാറ്റിനോ കോളിനോ പ്രപഞ്ചത്തിൻ്റെ ശക്തികൾക്കോ ജൈവ യുദ്ധങ്ങൾക്കോ മാരക ആയുധങ്ങൾക്കോ കഴിയുകയില്ല എന്ന് വിശ്വസിക്കാൻ വിശ്വാസികളായ നമുക്ക് ഈ നാളുകളിൽ അധികമായിട്ട് കഴിയേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. സങ്കീർത്തനത്തിലെ ഒരു വചനം ഉള്ളിൽ സൂക്ഷിക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് ആകാശത്തിനു മേൽ ഉയർന്നു നിൽക്കണമേ, അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. പ്രതിസന്ധികളുടെ സമയത്ത്, ഭയമുണ്ടാകുന്ന സമയത്ത് ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചുകൊണ്ട് വിശുദ്ധനായ അന്തോണി നിലവിളിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം
അന്തോണിയുടെ അധരത്തിൽ വെച്ചു കൊടുത്തൊരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പങ്കുവെക്കുന്നു. ഈ പ്രാർത്ഥന നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉരുവിടുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ ജപമാലയോ കുരിശുരൂപമോ വിശുദ്ധമായ ഏതെങ്കിലും വസ്തുക്കളോ ഉണ്ട് എങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ നിസ്സഹായരായി ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, ഒരുപക്ഷെ ഫ്ലാറ്റിൽ തനിയെ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കാം നീ, ജീവിത പങ്കാളി മരിച്ചതുകൊണ്ട് വീട്ടിൽ തനിയെ ആയിരിക്കാം, മക്കൾ പുറംദേശത്തായതുകൊണ്ട് എല്ലാ ദിവസവും ഫോൺ വിളിച്ചുകൊണ്ട് അവർ സുഖമാണോ, അവരുടെ ജീവിതം എങ്ങനെ പോകുന്നു, വാർത്താ മാധ്യമങ്ങളിലൂടെ ന്യൂസുകൾ കേൾക്കുമ്പോൾ വലിയ വേദനയുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന അമ്മയോ അപ്പനോ കുഞ്ഞോ വയോധികനായ വ്യക്തിയോ ഒക്കെ ആയിരിക്കാം നിങ്ങൾ. ഈ പ്രാർത്ഥന നിങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കണം. ഭയം വരുന്ന നേരത്ത് കുരിശുരൂപമെടുത്ത് ജപമാലയെടുത്ത് നിങ്ങൾ ഇങ്ങനെ പറയണം: ഇതാ കർത്താവിൻ്റെ കുരിശ്, ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, യൂദായുടെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ എന്നുള്ളത് ആ പ്രാർത്ഥനയുടെ ഭാഗമാണ്. നിങ്ങൾ ഇന്ന് ഇപ്പോൾ വചനം കേൾക്കുമ്പോൾ വീട്ടിൽ കുരിശുരൂപമോ ജപമാലയോ ഏതെങ്കിലും പ്രാർത്ഥനാ വസ്തുക്കളോ ഉണ്ടെങ്കിൽ സ്നേഹത്തോടെ ഒന്ന് കരങ്ങളിലെടുത്തുകൊണ്ട് നിങ്ങൾ എന്നോട് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം ഈ പ്രാർത്ഥന മനഃപ്പാഠമാക്കുകയും ചെയ്യുക. ഇതാ കർത്താവിൻ്റെ കുരിശ്, ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, യൂദായുടെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ.